സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഇത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. കൊക്കോ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മളിന്ന് ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. ചോക്ലേറ്റ് ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. കൊക്കോ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/3 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. ഇനി നമുക്ക് കൊക്കോ പൗഡറിലേക്ക് മിൽക്കാണ് ചേർക്കുന്നത്. ഇത് 1 കപ്പ് മിൽക്ക്. എൻ്റെ 1 കപ്പ് മിൽക്ക് എന്ന് പറയുന്നത് 250 ml ആണ്. നമുക്കിവിടെ 1/2 ലിറ്റർ മിൽക്കാണ് വേണ്ടത്. 2 കപ്പ്. പിന്നെ ഇതിൽ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് പാലും കൊക്കോ പൗഡറും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചാണ് യോജിപ്പിക്കുന്നത്. കൊക്കോ പൗഡറും പഞ്ചസാരയും നന്നായി മിക്സായി വരുന്നവരെയാണ് നമുക്കിതൊന്ന് യോജിപ്പിക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മളത് സ്റ്റൗവിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ആവുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും നമ്മുടെ കൊക്കോ പൗഡറൊക്കെ നന്നായി മിക്സായി വരുന്നത് കാണാം. നമ്മളത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് കുറുക്കിയെടുക്കേണ്ടത്. നന്നായി ഡാർക്ക് കളറായി വരും വേണം, നല്ല തിക്കായിട്ട് വരും വേണം. അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് സിറപ്പിൻ്റെ രൂപത്തിലേക്ക് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ക്വാണ്ടിറ്റി പകുതി ആവുന്ന വരെയാണ് നമ്മളത് കുറുക്കിയെടുക്കേണ്ടത്. തിക്കായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഒന്ന് അരിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് ചേരുന്നതാണ്. ഇത് തിളപ്പിക്കുമ്പോൾ എന്തായാലും അരിഞ്ഞ് ചേരും. വെറും 4 ചേരുവ വെച്ച് ചെയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമാണ് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം. അതിനിത് നന്നായി തിളച്ച് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറുകി വരുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല തിക്കായിട്ട് വരുന്നവരെയാണ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത്. കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ എങ്കിൽ കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പിനെ നമുക്ക് ഇതുവഴി കിട്ടുന്നതാണ്. അതിനിതാ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. പകുതിയോളം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ ഈ ഒരു തിക്നെസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ ഇപ്പോൾ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ചിൽഡ് വിപ്പിംഗ് ക്രീമാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക്, ഞാൻ ഇതിൻ്റെ ബൗളും അതുപോലെ തന്നെ ഈ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്കാണ് നമ്മൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത്. ഇവിടെ ഇപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഇത് നമുക്കിനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്ലോ സ്പീഡിലും പിന്നീട് ഹൈ സ്പീഡിലുമാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത ശേഷം ഹൈ സ്പീഡിലേക്ക് മാറ്റാം. അങ്ങനത്തെ നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പാണ് ചേർക്കുന്നത്. ഇത് നന്നായി തണുത്ത ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിലേക്ക് തന്നെ ചേർക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള സിറപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഒരു റിബൺ പോലെയാണ് ഇതിന്ന് ചോക്ലേറ്റ് സിറപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റും കൂടി ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനത്തെ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ മിക്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കേണ്ടത്. ഒരു 6 തൊട്ട് 8 മണിക്കൂറാണ് ഫ്രീസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഈ ഒരു ബോക്സിലേക്കാണ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ക്രിൽ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത ശേഷമാണ് ഇനി ഇത് കവർ ചെയ്ത ശേഷം ഞാനിവിടെ ഇപ്പോൾ ഓവർനൈറ്റാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഇനി നമുക്കിത് രാവിലെയാണ് എടുക്കേണ്ടത്.
ഓവർനൈറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ച ശേഷം ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ചോക്ലേറ്റിൻ്റെ കളറൊക്കെ ഉണ്ട്. ഇനി നമുക്കതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് ഒരു ചെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഐസ്ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്